നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമർശനങ്ങൾക്കിടയിലും അയ്യപ്പ സംഗമം കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുകയുണ്ടായി. ഇതിന് പിന്നാലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രതികരണം അത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. അതായത് വിമർശനങ്ങൾക്കിടയിലും അയ്യപ്പ സംഗമം ആഗോള വിജയമായി എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. 3000 പേർ പങ്കെടുക്കേണ്ടിടത്ത് 4600 പേർ പങ്കെടുത്തു. മറിച്ച് നടക്കുന്നതെല്ലാം കള്ളപ്രചാരണമാണ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചില ചോദ്യമുണ്ടായി. അതായത് ഒഴിഞ്ഞ കസേരകളുടെ ചിത്രങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ എന്തുകൊണ്ട്, അപ്പോൾ ഇത്രയും പേർ പങ്കെടുത്തുവെങ്കിൽ കസേരകൾ ഒഴിഞ്ഞു കിടന്നത് എങ്ങനെയാണ് എന്നതടക്കമുള്ള ചോദ്യം ഉയർന്നു. അപ്പോൾ ആ കസേരകളുടെ ദൃശ്യങ്ങൾ AI ആണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സംഗമം പരാജയമെന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ പ്രചാരണമാണെന്നും ശുദ്ധ അസംബന്ധം പറയുന്നതിനും കളവ് പ്രചരിപ്പിക്കുന്നതിനും എന്തെങ്കിലും നാണവും മാനവും വേണ്ടേയെന്നും CPM സംസ്ഥാന സെക്രട്ടറി ചോദിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒഴിഞ്ഞ കസേരകൾ AI ചിത്രമായിരിക്കാം എന്ന ഒരു പ്രതികരണം, അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനമാണ് MV ഗോവിന്ദനെതിരെ വരുന്നത്. പ്രത്യേകിച്ച് VD സതീശൻ ഇത്തരത്തിൽ വാക്കുകൾ പറഞ്ഞ് സ്വയം അപഹാസ്യനാകരുത് എന്നതടക്കമുള്ള ഒരു വിമർശനം നടത്തിയിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്രതികരണത്തിന്മേൽ ഉണ്ടായിരിക്കുന്ന ചില കമന്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. കമ്പ്യൂട്ടറിനെതിരെ അന്ന് ലോകവ്യാപകമായി സമരം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് AI ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. അനുഭവിക്കുക അത്ര തന്നെ. എന്താണ് സത്യം പറയുമ്പോൾ ഒരു ചെറുച്ചിൽ, എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഉള്ളത് പറയുമ്പോൾ തുള്ളൽ വരും. ജനങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം. നിലപാടുകളുടെ രാജകുമാരനാണ് MV ഗോവിന്ദൻ. കസേര കൂടുതലായിരുന്നു, അല്ലാതെ ആളുകൾ കുറഞ്ഞതല്ല. കഴുതയോട് കമ്മ്യൂണിസ്റ്റിനോട് തർക്കിക്കരുത്. നേരിട്ട് പോയി കണ്ടതും AI ആണെന്ന് പറയുവോ? ഒരു സത്യവും സമ്മതിക്കരുത്. MV ഗോവിന്ദൻ ഒരു കോമഡി പീസാണ്. ഇത്തരത്തിലാണ് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. അതേസമയം ഹൈന്ദവ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് വെച്ച് നടക്കും. സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് പകരമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ശബരിമല വിശ്വാസം വികസനം എന്നതാണ് സംഗമത്തിന്റെ പ്രധാന വിഷയം. രാവിലെ നടക്കുന്ന സെമിനാറിൽ തമിഴ്നാട് മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ഭക്തജന സംഗമവും നടക്കും. ശബരിമല കർമ്മസമിതിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. എന്നാൽ പരിപാടി വലിയ വിജയമായിരുന്നുവെന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ പങ്കെടുത്തുന്നുമായിരുന്നു ദേവസ്വം മന്ത്രിയും വ്യക്തമാക്കിയത്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പമ്പയിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിന് അഭിവാദ്യം നേർന്ന് അശോകൻ ചെരുവിൽ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി നമുക്കൊന്ന് നോക്കാം. പമ്പയിലെ അയ്യപ്പ സംഗമത്തിന് അഭിവാദ്യങ്ങൾ. ജാതി മത ഭേദമില്ലാതെ ജനങ്ങൾ ആരാധന നടത്തുന്ന ദേവാലയങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ വലിയ പ്രാധാന്യമുണ്ട്. ശബരിമലയെ കൂടുതൽ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനമാണ് ഇവിടെ പ്രസക്തം. എല്ലാവരും എല്ലാ മതങ്ങളുടെയും ആചാരങ്ങൾക്കപ്പുറത്ത് തത്വം പഠിക്കട്ടെ. വിശ്വാസികൾ എല്ലാ ആരാധനാലയങ്ങളും ദർശനം അല്ലെങ്കിൽ ആരാധന നടത്തട്ടെ. എൻ്റെ കുട്ടിക്കാലത്തിന്റെ സംഗീതമായിരുന്നു പ്രഭാതത്തിലെ ശരണം വിളികൾ. വൈകിട്ടും അത് കേൾക്കുമായിരുന്നു. മഞ്ഞുകാലമാണല്ലോ. രാത്രിയിൽ ഉടുക്ക് കൊട്ടിയുള്ള ശാസ്താംപാട്ടുകൾ ഏറെ നേരം കേട്ടുകൊണ്ടിരിക്കും. പിന്നെ വീടുകളിൽ അയ്യപ്പൻ വിളക്കും ഊട്ടുപായസവും കെട്ടുനിറയും. വാഴകൾ കൊണ്ടുള്ള ക്ഷേത്ര നിർമ്മാണവും കുരുത്തോല കൊണ്ടുള്ള അലങ്കാരങ്ങളും. ദളിത് പിന്നാക്ക വിഭാഗങ്ങളിലെ ആളുകളാണ് അന്ന് വ്രതമെടുത്ത് മലയ്ക്ക് പോരുന്നത്. അധ്വാനിക്കുന്ന ജനത തിരിച്ചു വരുമ്പോൾ അവർ പറയുന്ന കഥകൾ കേൾക്കാൻ ഇഷ്ടമായിരുന്നു. വീരസാഹസിക വിവരണങ്ങളുണ്ട്. വാവൂരുടെ പള്ളിയെപ്പറ്റിയും ചേർത്തല കടപ്പുറത്തെ ആർത്തുങ്കൽ പള്ളിയെപ്പറ്റിയും അവർ ആവേശത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരവും കുട്ടംകുളം പാലിയും സമരങ്ങളും കഴിഞ്ഞ് കേരളപ്പിറവിക്ക് ശേഷമാണ് താൻ ജനിക്കുന്നത്. പക്ഷേ സാമാന്യ ജനങ്ങൾ അന്നും നാട്ടിലെ സവർണ ക്ഷേത്രങ്ങളിൽ വലിയ ആവേശം കാണിച്ചിരുന്നില്ല. ഭയം കലർന്ന ഒരു പക ആ ക്ഷേത്രങ്ങളോട് അന്നും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ശബരിമല അയ്യപ്പനും മലകയറ്റവും അവർക്കൊരു വികാരം തന്നെയായിരുന്നു. അതെന്തുകൊണ്ട് എന്ന് താൻ ആലോചിച്ചു. മഹാക്ഷേത്രങ്ങൾ നിരവധി ഉണ്ടല്ലോ കേരളത്തിൽ. വൈക്കം ഗുരുവായൂർ ക്ഷേത്രങ്ങൾക്ക് സത്യഗ്രഹ സമരങ്ങൾ നടന്നതിന്റെ ലോകപ്രസിദ്ധി കൂടിയുണ്ട്. പക്ഷേ അവയെല്ലാം പിന്തള്ളി സാമാന്യ ജനങ്ങളുടെ വലിയ ആരാധന കേന്ദ്രമായി ശബരിമല ഉയർന്നു നിൽക്കുന്നത് പുരാതന കാലം മുതൽക്കേ അവിടെ നിലനിൽക്കുന്ന മതനിരപേക്ഷവും ജാതി മേധാവിത്വ വിമുക്തവുമായ അന്തരീക്ഷമാണ്. ബുദ്ധമത കേന്ദ്രമായിരുന്നു അതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഗോത്ര വിഭാഗങ്ങളുടെ സ്വന്തം ആരാധനാലയമായിരുന്നു എന്നതിലും സംശയമില്ല. ഗോത്ര ജനതയ്ക്ക് മതഭേദമില്ലല്ലോ. പിന്നീട് ബ്രാഹ്മണാധിപത്യത്തിനും അവരുടെ ദുരാചാരങ്ങൾക്കും, അതായത് തന്ത്ര സമുച്ചയം, കുഴിക്കാട്ട് പച്ച കീഴ്പ്പെട്ടുവെങ്കിലും മറ്റ് ക്ഷേത്രങ്ങളിലുണ്ടായതുപോലെ പൂർണ്ണമായ അധിനിവേശം അവിടെ സംഭവിച്ചിട്ടില്ല. വീണ്ടും പറയട്ടെ, ശബരിമല ലോകശ്രദ്ധയിൽ വരണം. പ്രത്യാശ നൽകുന്ന ദൈവം ജാതിക്കും മതത്തിനും അതീതനായിരിക്കണം. ആദ്യം നമുക്ക് വംശവിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെ ഇടയിൽപ്പെട്ട് ഞെരിയുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളിയില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാമെന്നായിരുന്നു അശോകൻ ചെരുവിൽ
പറഞ്ഞത്. അതേസമയം ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചത്. ആഗോള അയ്യപ്പ സംഗമം ചീറ്റിപ്പോയെന്നും വിശ്വാസികൾ അതിനെ പരാജയപ്പെടുത്തിയെന്നും മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ പ്രതികരിച്ചു. അവിശ്വാസികൾ വിശ്വാസം നടിച്ചാൽ ദൈവം പോലും അതിനെ അംഗീകരിക്കില്ല എന്നതിന് തെളിവായിരുന്നു സംഗമം എന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണ സമാധി ദിനാചരണ ഭാഗമായി തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപത്തെ ശ്രീനാരായണ ഗുരുദേവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. അയ്യപ്പ സംഗമത്തിൽ ആളുണ്ടായിരുന്നുവെന്ന വിചിത്രവാദവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. ഒരു കൂട്ടം മാധ്യമങ്ങൾ സംഗമത്തിനെതിരെ പ്രവർത്തിച്ചു. പ്രചരിക്കുന്ന ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിചിത്രവാദം. ഇതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സ്വയം അപഹാസ്യനാകരുത് എന്നായിരുന്നു. അതേസമയം ശബരിമലയിൽ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കാർമ്മികത്വത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പ്രഹസനമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വിമർശിക്കുകയുണ്ടായി. അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും കബളിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പൊളിഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് സംഗമവേദിയിലെ ഒഴിഞ്ഞ കസേരകൾ. സർക്കാർ അവകാശപ്പെട്ടതിന്റെ 4/1 പേർ പോലും സംഗമത്തിനെത്തിയില്ല. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ രാഷ്ട്രീയ നാടകം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ സംഗമത്തോട് മുഖം തിരിച്ചത്. ദേവസ്വം ബോർഡ് ജീവനക്കാരും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്റ്റാഫ് അംഗങ്ങളും ഉദ്യോഗസ്ഥരുമാണ് സദസ്സിലുണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടു. എന്നിട്ടാണ് അത് AI നിർമ്മിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന MV ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുത്. സംഗമം ആഗോള വിജയമെന്നും ലോകപ്രശസ്തമായ വിജയമെന്ന് പറഞ്ഞതിലൂടെ MV ഗോവിന്ദൻ പിണറായി വിജയനെ പരിഹസിച്ചതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മാനവികതയുടെയും മതേതരത്വത്തിന്റെയും പൂങ്കാവനമായ ശബരിമലയിലേക്ക് യോഗി ആദിത്യനാഥിനെ പോലെ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാളെ ക്ഷണിച്ചത് കേരളത്തിലെ മതേതര മനസ്സിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. യോഗി ആദിത്യനാഥിന്റെ ആശംസാ കത്തിലെ ഉള്ളടക്കം അഭിമാനത്തോടെ ദേവസ്വം മന്ത്രി വായിച്ചതിലൂടെ എന്ത് സന്ദേശമാണ് സർക്കാർ നൽകുന്നത്? ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. പക്ഷെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഭക്തി പരിവേഷമായി അണിഞ്ഞത് നിങ്ങളാണ്. നിങ്ങൾക്ക് തന്നെയാണ് പ്രത്യേക അജണ്ടയുള്ളത്. അയ്യപ്പ സംഗമത്തിൽ തത്വമസിയെയും ഭഗവത്ഗീതയെയും കുറിച്ച് പറഞ്ഞ പിണറായി വിജയൻ നേരത്തെ ആചാരാനുഷ്ഠാനങ്ങളെ വിശ്വാസത്തെ അവഹേളിച്ചത് വിശ്വാസ സമൂഹം മറക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.